LCM HCFിൽ വരുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. രണ്ട് സംഖ്യകളുടെ LCM 100 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ HCF അതായത് ഉസാഖ എന്ന് പറയുന്നത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സംഖ്യക്ക് നമുക്ക് A1 എന്ന് വിളിക്കാം. A1 എന്ന് പറയുന്നത് 25 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ അതായത് A2 എത്രയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഉത്തരം കിട്ടി. അതായത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നമ്മളിവിടെ A1ഉം A2 അല്ല എടുത്തത്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ LCMന്റെയും HCFന്റെയും ഗുണനഫലത്തിൽ തുല്യമായിരിക്കും. ഈ ഒരു കാര്യം ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് സംഖ്യ കണ്ടുപിടിക്കാം, എളുപ്പമാണ്. ഇവിടെ ഒന്നാമത്തെ സംഖ്യ എത്ര തന്നിട്ടുണ്ട്? 25 ആണ്. 25 ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് LCMും HCFും നമുക്കറിയാം 100ഉം 5ഉമാണ്. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ A2 100 ഇൻറ്റു 5. ഈ 25നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാനാ. 25നെ 100നെ വെട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടും. 4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ 20 ആയിരിക്കും. ഓപ്ഷൻ ബി 20. ടിക്കറ്റ് വെച്ചോളൂ.